അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച നടത്തിയ പ്രകോപനപരമായ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ വലിയ നയതന്ത്ര കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. ഇറാനെതിരെയുള്ള സൈനിക പോരാട്ടങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ച ശേഷം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഉടനടി അമേരിക്കയുടെ അധീനതയിലുള്ള പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപ് പരസ്യമായി വെളിപ്പെടുത്തിയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സായുധ സംഘർഷങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും പരിഹാരമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന സമുദ്രപാതകളിലൊന്നായ ഹോർമുസിന് മേൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ ആഗോള എണ്ണ വിപണിയുടെയും ദ്രവീകൃത പ്രകൃതിവാതക ഗതാഗതത്തിന്റെയും വലിയൊരു പങ്ക് കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പുതിയ നീക്കം കേവലം ഇറാനെതിരെയുള്ള ഭീഷണി മാത്രമായി കാണാൻ കഴിയില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്ന ഉടൻ തന്നെ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും ഒരു വൻ യുദ്ധഭീതിയിലായി. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായി ടെഹ്റാൻ ഇതിനെ വീക്ഷിക്കുമ്പോൾ മേഖലയിൽ തങ്ങളുടെ പൂർണ്ണ സമുദ്ര മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. മാസങ്ങളായി തുടരുന്ന നയതന്ത്ര ചർച്ചകൾ നിശ്ചലമായ അവസ്ഥയിൽ ഇത്തരമൊരു നിലപാട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് ഉറപ്പാണ്. ഹോർമസ് കടലിടുക്കിന്റെ ഭൂശാസ്ത്രപരമായ പ്രാധാന്യം തന്നെയാണ് ഈ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു. പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാത അടഞ്ഞുപോയാൽ അത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ വൻ തകർച്ചയിലേക്ക് തള്ളിവിടും. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും സാധ്യതയേറെയാണ്. ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന നിർണായക നീക്കമായി ലോകരാഷ്ട്രങ്ങൾ ഇതിനെ വീക്ഷിക്കുന്നു. ഈ നീക്കം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദവും ശക്തമായി കഴിഞ്ഞു. ഒരു പരമാധികാര രാജ്യത്തിന്റെ തീരസേനയുടെയും സുരക്ഷാ മേഖലയുടെയും ഭാഗമായ സമുദ്രപാതയെ മറ്റൊരു രാജ്യം തങ്ങളുടെ മണ്ണായി പ്രഖ്യാപിക്കുന്നത് അഭൂതപൂർവമായ സംഭവമാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ വലിയ പ്രതിരോധം നേരിടേണ്ടി വരും. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഈ പ്രദേശത്ത് വിപുലമായ നാവിക വിന്യാസം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് സൂചന. എന്നാൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ നീക്കത്തെ ഏത് രീതിയിലും ചെറുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്കിൽ വൻതോതിൽ മൈനുകൾ നിക്ഷേപിച്ചും ഭൂഗർഭ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചും തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറായേക്കും. മധ്യപൂർവേഷ്യയിലെ പരമ്പരാഗത സുരക്ഷാ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം. വൻ ശക്തി രാജ്യങ്ങളായ ചൈനയും റഷ്യയും ട്രംപിന്റെ നിലപാടിനെതിരെ രംഗത്തു വരാനും സാധ്യതയേറെയാണ്. പ്രത്യേകിച്ച് ചൈന തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ ആശ്രയിക്കുന്നത് ഈ കടൽപാതയിലൂടെ വരുന്ന എണ്ണക്കപ്പലുകളെയാണ്. അതിനാൽ ചൈനയുടെ ഇടപെടൽ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കും. മേഖലയിലെ പ്രമുഖ അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE തുടങ്ങിയവരും ഈ സംഭവങ്ങളെ വലിയ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാനുമായി അടുത്തിടെ ഉണ്ടാക്കിയ നയതന്ത്ര ധാരണകൾ തകരുന്നതും തങ്ങളുടെ തൊട്ടടുത്തുള്ള ജലപാത അമേരിക്കൻ നിയന്ത്രണത്തിലാകുന്നതും പ്രാദേശികമായ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ലെന്ന് അവർ കരുതുന്നുണ്ട്. സംഘർഷം മൂർച്ഛിച്ചാൽ അത് അയൽ രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തെയും ബാധിക്കും. ട്രംപിന്റെ വാചകങ്ങൾ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ കടന്നുകയറ്റവും ദീർഘകാല സൈനിക ഇടപെടലുകളും ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ ഒരു പുതിയ ആഗോള പോരാട്ടത്തിന് തുടക്കമിടുകയാണെന്ന് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും ലോക വ്യാപാരത്തിനും ഭീഷണിയായ ഇറാനെ തളർത്താൻ ഇത് അത്യാവശ്യമാണെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം. യുദ്ധത്തിൽ ഇറാൻ നേരിട്ട നാശനഷ്ടങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ടെഹ്റാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ പരീക്ഷിക്കാനാണ്. തങ്ങളുടെ അതിവേഗ സൈനിക പുനരുജ്ജീവനവും ഭൂഗർഭ മിസൈൽ നിർമ്മാണവും വഴി അമേരിക്കയ്ക്ക് ഭീഷണിയാക്കാൻ ശ്രമിക്കുന്ന ഇറാന് നൽകിയ കടുത്ത മുന്നറിയിപ്പാണ് ഈ അവകാശവാദം. കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ അന്താരാഷ്ട്ര പങ്കാളികളെ ഉൾപ്പെടുത്തി പുതിയ നാവിക സഖ്യം രൂപീകരിക്കാനും വാഷിംഗ്ടൺ ആലോചിക്കുന്നുണ്ട്. എന്നാൽ നിയമവിരുദ്ധമായി ഒരു പ്രദേശം പിടിച്ചെടുക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ പങ്കാളികളാകാൻ പാശ്ചാത്യ സഖ്യകക്ഷികൾ പോലും മടിച്ചേക്കാം. യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ കൂടുതൽ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കടലിടുക്കിലെ സൈനിക പിരിമുറുക്കം വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര നാവിക കമ്പനികളെയും കടുത്ത ആശങ്കയിലായിട്ടുണ്ട്.
ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയരുന്നതും കപ്പലുകൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളും സമുദ്ര ഗതാഗതത്തെ മന്ദഗതിയിലാക്കും. ഇത് ആഗോള വിതരണ ശൃംഖലയെ ഗുരുതരമായി ബാധിക്കും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടുതൽ കടുത്തതാകാനാണ് സാധ്യത. തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി മടച്ചിടാൻ ഇറാൻ മടിക്കില്ല. ഇത് സംഭവിച്ചാൽ വരാനിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധികളിൽ ഒന്നായിരിക്കും. അമേരിക്കയുടെ ഈ പുതിയ അധിനിവേശ നയം പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ദീർഘകാല പോരാട്ടത്തിന്റെ വിത്തുപാക്കിയിരിക്കുകയാണ്. നയതന്ത്ര തലത്തിലുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ പാടെ തകർന്നതോടെ സൈനിക നടപടികൾ മാത്രമാണ് ഇരു രാജ്യങ്ങളുടെയും മുന്നിലുള്ള ഏക വഴി. ഇത് മേഖലയിലെ സാധാരണക്കാരുടെയും സുരക്ഷയെ അപകടത്തിലാക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രകോപനപരമായ വാക്ക് പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഹോർമസ് കടലിടുക്കിനുമേൽ അമേരിക്ക ഉയർത്തുന്ന അവകാശവാദവും അതിനെതിരെയുള്ള ഇറാന്റെ ചെറുത്തുനിൽപ്പും വരും ദിവസങ്ങളിൽ ലോക സമാധാനത്തിന് ഭീഷണിയായി മാറും. ഈ പ്രതിസന്ധി ഏത് രീതിയിൽ അവസാനിക്കുമെന്നത് ആഗോളതലത്തിൽ വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്.